രേണുസുതി അങ്ങനെ ഞാൻ ചവിട്ടി നിൽക്കുന്നത് മണ്ണിലാണെന്നുള്ള ബോധം, ഭൂമിയിലാണെന്നുള്ളൊരു ബോധം രേണുസുതിക്ക് അങ്ങനെ വന്നു തുടങ്ങി. അതിൻ്റെ കാരണം റീസണെല്ലാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുതിയുടെ മക്കൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ള KHDC ഫിറോസ്, അതുപോലെ ആ വസ്തു കൊടുത്തിട്ടുള്ള ബിഷപ്പ്, ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രേണുസുതി എന്നൊരു ഫ്രോഡ് കാരണം സഹായിച്ചവർ നാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വസ്തു കൊടുത്തിട്ടുള്ള ബിഷപ്പ് ആ വസ്തു തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു നോട്ടീസ് രേണുസുതിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുസുതി ഇപ്പം ബഹ്റൈനിലാണ്. അപ്പോൾ ഇന്ന് രേണുസുതി ബഹ്റൈനിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ശേഷം ആ ഫാദർ അയച്ചിട്ടുള്ള, വക്കീൽ വഴി അയച്ചിട്ടുള്ള ആ ഒരു നോട്ടീസ്, കോടതിയിൽ നിന്നുള്ളൊരു നോട്ടീസ്, കാരണം വസ്തു തിരിച്ചെടുക്കുവാണ്, അതിന് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. കാരണം ഈ ഫാദർ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൂടെ അന്ന് തൊട്ട് അപമാനിച്ച് അയാൾ ഇട്ടേക്കുന്ന ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രത്തിനെ വരെ അപമാനിക്കുന്ന രീതിയിൽ, അപമാനിച്ച രീതിയിൽ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഈ ഒരു പരാതി, അല്ല ഈ ഒരു നോട്ടീസ്, ഈ നോട്ടീസിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു തിരിച്ചെടുക്കാനുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. വസ്തു തിരിച്ചെടുക്കുവാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഈ ഒരു വസ്തു, ഇഷ്ടദാനം കൊടുത്തിട്ടുള്ള, ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള വസ്തു തിരിച്ചെടുക്കാനുള്ള അവകാശം അതിൻ്റെ ഉടമസ്ഥനുണ്ട്. കാരണം അതിനകത്ത് കുറേ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ വസ്തു ഒരാൾക്കൊരു ഇഷ്ടദാനമായിട്ട് നമ്മൾ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും അത് എഴുതി കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ അതിനകത്ത് കാണും. അപ്പം ഒന്നുകിൽ ഈ പറഞ്ഞിട്ടുള്ള ആ വസ്തു മറ്റൊരാൾക്ക് മറച്ചു വയ്ക്കാനോ ആ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ആ വസ്തുവിൻ്റെ പേരിൽ ലോൺ എടുക്കാനോ പാടുള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ വസ്തു കൊടുത്തിട്ടുള്ള വ്യക്തിയുടെ അറിവോടുകൂടി മാത്രമേ അതിന് പാടുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ആ ഒരു നോട്ടീസ് അയച്ച് രേണുസുതിക്ക് കൊടുത്ത വസ്തു തിരിച്ച് എടുക്കുവാന്ന് ആ ഒരു നോട്ടീസിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ വസ്തു കൊടുക്കുന്ന സമയത്ത്, വീട് വയ്ക്കാൻ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഈ ഫാദർ വെച്ചിട്ടുണ്ടായിരിക്കാം എന്ന് അതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ അത്രയും കോൺഫിഡൻറ്റോടുകൂടി ആ ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളത് പുള്ളി വക്കീൽ വഴി. ഇതൊരു ഫേക്ക് ന്യൂസായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങൾ, രേണുസുതിയുടെ ഫ്രണ്ട്സുകൾ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അതൊരു ഫേക്ക് ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുന്നത്, സ്പ്രെഡ് ചെയ്യുന്നതും 196 സെക്ഷൻ പ്രകാരം അത് കുറ്റകരമാണ്. 7 വർഷം വരെ കഠിന തടവും അതുപോലെ പണം പിഴയടക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ന്യൂസ് എന്തായാലും ഒരു യൂട്യൂബേഴ്സും ആരും തന്നെ അടിച്ചിറക്കി വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കൊല്ലം സുധിയുടെ മരണം വിറ്റ് ജീവിക്കുന്ന ഒരു ഫ്രോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ രേണുസുതി. തൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നായ്ക്ക് 40 വട്ടം സുധി എന്നുള്ളൊരു പേരെടുത്തിട്ട് ജനങ്ങളുടെ ഇമോഷൻസ് വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന ഇവരെ പിന്നെ ഫ്രോഡെന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം? ആ ഒരു കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് രേണുസുതിയെ ജനങ്ങൾ ഇന്നും കല്ലെറിയാതിരിക്കുന്നത്. കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരൻ ഇല്ലെങ്കിൽ, ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിക്ക് ഒരു സ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവരെ കല്ലെറിഞ്ഞ് ജനങ്ങളിൽ വോട്ടിച്ചേനെ. ആ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം സുധി എന്നൊരു കലാകാരൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർ മാജിക്കിലൂടെ എല്ലാം കണ്ടതാണ്. അതിനുശേഷം കൊല്ലം സുധിയുടെ ഒരു ഇൻ്റർവ്യൂ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുടുംബം കടം കയറി കിടക്കുവാണ്, ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതെ കിടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥകൾ തുറന്നു കാട്ടിയിട്ടൊരു ഇൻ്റർവ്യൂ വരെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് ഈ കൊല്ലം സുധിയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പോയൊരു കാര്യമുണ്ട്. കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരനെ മാത്രമേ നമുക്കറിയാവൂ. കൊല്ലം സുധി എന്നുള്ളൊരു റിയൽ ലൈഫിലൊരു വ്യക്തിയെ നമുക്കറിയത്തില്ലായിരുന്നു. കൊല്ലം സുധി ജീവിതത്തിൽ വെറും 0 ആയിരുന്നു, വട്ടപൂജ്യമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണമായിരുന്നു. കാരണം ഇത്രയും പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ഒരു അവസ്ഥ എങ്ങനെ വന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കണമായിരുന്നു. ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിന്തിക്കുകയോ ചിന്തിക്കാതിരിക്കുകയോ അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനൊരു സത്യം കൂടെ ഇതിനകത്തുള്ള കാര്യം
മനസ്സിലാക്കണം. അന്ന് ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ കിട്ടിയിരുന്ന ഒരു കലാകാരനായിരുന്നു ഈ കൊല്ലം സുധി. മാത്രമല്ല സ്റ്റാർ മാജിക്കിൻ്റെ എപ്പിസോഡുകൾ ഡെയിലിയും വീക്കിലിയും സ്റ്റാർ മാജിക്കിൻ്റെ എപ്പിസോഡുകളിൽ കൊല്ലം സുധി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ കിട്ടിയ വരുമാനങ്ങൾ എന്തിയെന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ടും ജനങ്ങൾ ഈ കൊല്ലം സുധിയെ സ്നേഹിച്ചു. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം കൊല്ലം സുധിയുടെ ഫാമിലിയെ ഏറ്റെടുത്തു. ആ ഫാമിലിയെ ഏറ്റെടുത്തതിൽ നിന്ന് ജനങ്ങൾ ആ കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. ജനങ്ങളെന്ന് പറയാൻ ഈ KHDC ഫിറോസും ടീമുമാണ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വീട് വെച്ച് കൊടുക്കാനായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് 24 ന്യൂസ് ചാനൽ ശ്രീകണ്ഠൻ നായരും ടീമുമായിരുന്നു. അപ്പം അവരെ കോണ്ടാക്ട് ചെയ്ത് KHDC ഫിറോസും ടീമും ആ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളാം, നമുക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കുമായിരുന്നു. പക്ഷേ അത് ഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് അവർക്ക് വെച്ച് കൊടുത്തു. ഇന്നത്തെ കാലത്ത് സർക്കാർ വരെ കൊടുക്കുന്നത് 3 സെൻറ്റ് ഭൂമിയാണ്. പക്ഷേ ആ ബിഷപ്പ് എന്ന് പറയുന്ന ആ വ്യക്തി ഇവർക്ക് ദാനം ചെയ്തത് 7-8 സെൻറ്റ്, എത്രയോ 8-9 സെൻറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും 3 സെൻറ്റിൽ കൂടുതലുണ്ട്. ഇന്ന് സർക്കാർ കൊടുക്കുന്നത് പോലും 3 സെൻറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അയാൾ ഈ രേണുസുധിക്ക് മാത്രമല്ല വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഒരുപാട് ആൾക്കാർക്ക് അയാളെ വസ്തു ദാനം കൊടുത്തിട്ടുണ്ട്. മറ്റു പല കാര്യത്തിനും ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്, ധനസഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ആ ബിഷപ്പ്. അപ്പോൾ ആ വ്യക്തിയെയും ഈ വീട് വെച്ച് കൊടുത്തിട്ടുള്ള KHDC ഫിറോസിനെയും സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തി അപമാനിച്ച് രേണുസുധി ഒരു ദിവസം ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങി വന്ന് മണ്ണിൽ ചവിട്ടി നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഇന്ന് അത് സംഭവിച്ചിരിക്കുകയാണ്. ഈ ഒരു വീട് തിരിച്ചെടുക്കുവാന്ന് ബിഷപ്പിൻ്റെ നോട്ടീസ് പോയത് മുതൽ രേണുസുധിക്ക് മൂട്ടിൽ തീ പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് രേണുസുധിയും രേണുസുധിയുടെ ഫ്രണ്ട്സും ആ ഒരു ഫാദറിനെ മോശമാക്കി ദാനം ചെയ്ത ആ ഒരു വസ്തു കൊടുത്ത അത്രയും സഹായം ചെയ്തൊരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കുക. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇത് ഒരു വീഡിയോയിൽ മാത്രമല്ല, പല വീഡിയോയ്ക്കകത്തും ഈ പറഞ്ഞിട്ടുള്ള ഫാദറിനെയും ഫിറോസിനെയൊക്കെ മോശമാക്കി അവർ ഏതോ കൊള്ളില്ലാത്ത ആൾക്കാരെന്ന രീതിയിലാക്കി മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരുപാട് വീഡിയോകളുണ്ട്. പക്ഷെ ഇത് ഓവറായിട്ട് ഇത് തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോഴാണ് ഫാദർ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെ തയ്യാറായത്. എന്തായാലും അത് ഏറ്റിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. രേണുസുധിയും രേണുസുധിയുടെ ഫ്രണ്ട്സും ആ അച്ഛനെ പറ്റി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതുകൊണ്ട് അച്ഛൻ മര്യാദ പ്രാർത്ഥിച്ചിരിക്കാൻ ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു. അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. അയ്യോ ആർക്കോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ ദാനം കൊടുക്കുന്നത് നല്ല പുണ്യ പ്രവൃത്തിയാണ്, അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്തു. ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ട് പറയുവാണെന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. സത്യമാണ്, നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി, പിന്നെ അതിന്റെ പുറമേ നടന്ന് ഇതാക്കരുത്. അതാണക്ക് ഈ വരുന്ന ഈ യൂട്യൂബിൽ ഇടുന്നവരുടെയൊക്കെ വ്ലോഗിന് താഴെ വന്ന് കമന്റ് ഇട്ട് ആ വില കളയരുത്. പിന്നെ വേറെ ഒരാളുണ്ട്, അവരുടെ മോനെ ആരാണ്ടേ പറഞ്ഞപ്പോൾ പൂക്കല എടുത്തുകൊണ്ട് തുള്ളി മറിഞ്ഞ് അവർക്കെതിരെ വീഡിയോ ഇട്ട വ്യക്തി എന്റെ മോന്റെ ഫോട്ടോ, അത് പ്രായപൂർത്തിയാകാത്ത അപ്പോൾ ഒരു 16 വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ ഫേസിൽ റൗണ്ട് വരച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് എതിർ വീഡിയോ ഞാൻ ചെയ്തതിന് അതിന് അവർ വന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തി. അപ്പൊ ഇവരുടെ വ്യക്തിത്വം എന്താണെന്ന് ആ അച്ഛൻ കൊടുത്തു എന്നല്ല പറയുന്നത്, ഇതുപോലൊരു വ്യക്തിക്ക് കൊടുത്തതിൽ ഖേദിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലാതെ കൊടുത്തോണ്ടല്ല. പക്ഷേ ഇതുപോലൊരു വ്യക്തിക്ക് കൊടുത്തതിൽ ആ മനുഷ്യൻ ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ രേണുസുധി നിങ്ങൾ അനുഭവിക്കും, നോക്കിയോ. കാരണം ദൈവം എന്ന് പറഞ്ഞൊരാൾ മുകളിലുണ്ട്. സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും എല്ലാ കാലത്തും ഉണ്ടെന്നുള്ളൊരു വിചാരമാണ് നിങ്ങളിങ്ങനെ അഹങ്കാരിയാക്കുന്നത്. നിങ്ങളൊരു അഹങ്കാരി ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ സഹായിച്ച ആളുകളെ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ വന്നിട്ട് മോശമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. ഇനി രേണുസുധി ബഹ്റൈനിൽ നിന്ന് വന്നതിന് ശേഷം തറയിൽ ചവിട്ടി നിന്ന് കാര്യം പറയുന്ന രേണുസുധീനെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. രേണുസുധിയുടെ പത്തി, വിടർത്തി നിന്ന പത്തി ഒടിഞ്ഞ രീതിയിലാണ്. കാരണം രേണുസുധിക്ക് മനസ്സിലായി, വീടും വസ്തുവും നഷ്ടമായാൽ വീണ്ടും പഴയതുപോലെ മക്കളെയും എടുത്ത്
പെരുവഴിയിൽ ഇറങ്ങേണ്ട അവസ്ഥ വരുമെന്ന് മനസ്സിലായി. ഇതിനു മുമ്പൊക്കെ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ രേണുസുധിയുടെ വായിൽ നിന്ന് കേൾക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നീ പോടാ അവിടുന്ന്, നീ പോയി പണി നോക്കടാ, രേണുസുധിക്ക് ഇതൊക്കെ പുല്ലാടാ, ഫ്ലവറാടാ, മറ്റേതാടാ, മറിച്ചതാന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ച് കളയുന്ന അഹങ്കാരിയായിട്ടുള്ള രേണുസുധീനെയാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പം ഈ ബിഷപ്പ് ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോഴത്തേക്ക് രേണുസുധിക്ക് ടെൻഷനായി. രേണുസുധിയുടെ ഉറക്കം നശിച്ചു, സമാധാനം പോയി, പാട്ട് പാടാൻ സാധിക്കുന്നില്ല, ഡാൻസ് കളിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, രേണുസുധി പറഞ്ഞാണ്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ബഹ്റൈനിൽ നിന്ന് തിരിച്ചു വന്ന രേണുസുധി ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത ആ ഒരു ബൈറ്റ് നിങ്ങൾ കണ്ടു നോക്ക്. ഇപ്പൊ നല്ല മൂടില്ല. ഒന്നാമത് വിവാദം നടക്കണം, അത് നടക്കുന്ന തലയ്ക്ക്. കാരണം ഞാൻ ഓർക്കും സമാധാനം, ഇവിടെ പോയിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ, കുറച്ച് നാളത്തിന് സമാധാനമാണല്ലോ നോക്കുന്നതിന്. അവിടെ ചെല്ലുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആകെ ടെൻഷൻ. ഞാൻ കുറച്ച് ഇതാണ് സത്യം. കാരണം പണ്ടൊക്കെ കുഞ്ഞൊക്കെ എന്താ പറയുക, ചാനൽ ചേച്ചിയൊക്കെ, ചാക്കോച്ചൻ ചാനൽ ചേച്ചിയൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു ഗോസിപ്പ് മതിയാണ്, എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് കേട്ടാൽ മതി പഴയ നടന്മാർക്ക് പറയുമ്പോൾ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ള എനിക്ക് എന്നാ തൊട്ടാലും വിവാഹമാണ്, ഗോസിപ്പോടെ ഗോസിപ്പാണ്. ഏതായാലും ഞാൻ ചെറുതായിട്ട് എൻജോയ് ചെയ്തു. കേട്ടല്ലോ, ഇപ്പോൾ എവിടെ പോയി രേണുസുധിയുടെ പത്തി ഒടിഞ്ഞ് തറയിൽ ചവിട്ടിയാണ് രേണുസുധി സംസാരിക്കുന്നത്. ഇത്രയും നാളും ജനങ്ങൾ രേണുസുധിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ രേണുസുധീനെ കല്ലെറിയുന്നവരുണ്ട്. കല്ലെറിയുന്നത് വെറുതെ എറിയുന്നതല്ല, രേണുസുധിയുടെ ഓരോ പ്രവൃത്തികളും ചേഷ്ടികളും കണ്ടിട്ടാണ് കല്ലെറിയുന്നത്. രേണുസുധീനെ എന്ന് ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുധി എന്നുള്ളൊരു കലാകാരനെ മാത്രം ഓർത്തുകൊണ്ടാണ്, അല്ലാതെ രേണുസുധീനെ ഓർത്തുകൊണ്ടെന്നല്ല.